നമസ്കാരം. കഥമം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഡിസംബർ 1 മുതൽ 4 വരെയുള്ള ദിവസങ്ങളിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഡിസംബർ 1 സോമവാര വ്രതവും ഏകാദശിയും ഒരുമിച്ചാണ് വരുന്നത്. വൃശ്ചികത്തിലെ സോമവാരവും ഏകാദശിയും. ഡിസംബർ 2 പ്രദോഷവും ഭരണി ദീപവുമാണ് വരുന്നത്. ഡിസംബർ 3 തൃക്കാർത്തിക. തിരുവണ്ണാമലയിലെ ജ്യോതി ദീപം കണ്ടതിന് ശേഷം നമ്മളുടെ വീട്ടിൽ 27 വിളക്കെങ്കിലും തെളിയിച്ചിരിക്കണം കേട്ടോ. അകൽവിളക്കാണ് തെളിയിക്കേണ്ടത്. കളിമണ്ണിൻ്റെ അകൽവിളക്കാണ് തെളിയിക്കേണ്ടത്. നമ്മളുടെ വീട്ടിൻ്റെ മുറ്റത്ത് 2 വിളക്കെങ്കിലും തെളിയിച്ചിരിക്കണം. ഡിസംബർ 4 പൗർണമിയാണ്. പഞ്ചരാത്ര ദീപവുമാണ് തെളിയിക്കേണ്ടത്. സോമവാര വ്രതവും ഏകാദശിയുമായ തിങ്കളാഴ്ച നമ്മൾ ഭഗവാനെ തെളിയിക്കേണ്ടത് നെയ്ദീപവും അർച്ചിക്കേണ്ടത് തുളസിയും അതുപോലെ ബിൽബവും ആണ്. ഡിസംബർ 2 ചൊവ്വാഴ്ച വരുന്ന പ്രദോഷത്തിന് പല പ്രത്യേകതകളും ഉണ്ട്. ഈ പ്രദോഷത്തെ പറയുന്നത് ഋണരോഗ വിമോചന പ്രദോഷം എന്നാണ്. ചൊവ്വാഴ്ച കുറഞ്ഞത് 5 അകൽവിളക്കെങ്കിലും തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കടം പ്രശ്നങ്ങളും അതുപോലെ തന്നെ അസുഖങ്ങളും മുൻജന്മ പാപങ്ങളും എല്ലാം തീരും എന്നാണ് വിശ്വാസം. ഭരണി ദീപം തെളിയിക്കുമ്പോഴും നമ്മളുടെ മുൻജന്മ പാപങ്ങളും പിതൃദോഷവും എല്ലാം അകലും എന്നാണ് വിശ്വാസം. തൃക്കാർത്തിക ദിവസമായ ഡിസംബർ 3 കുറഞ്ഞത് 27 വിളക്കെങ്കിലും തെളിയിക്കണം എന്ന് പറഞ്ഞത് 27 നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി അങ്ങനെ തുടങ്ങുന്ന 27 നക്ഷത്രങ്ങളുടെ ദേവൻ ദേവിമാരെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ 27 വിളക്കുകൾ തെളിയിക്കുന്നത്. തൃക്കാർത്തിക ദിവസം ഈ വിളക്കുകൾ തെളിയിക്കുമ്പോൾ നമ്മൾക്ക് മുരുകൻ്റെ അനുഗ്രഹവും 27 നക്ഷത്രങ്ങളുടെ അനുഗ്രഹവും ലഭിക്കും എന്നാണ് വിശ്വാസം. ഒരു വിളക്ക് രാത്രി മുഴുവൻ തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. ഏവർക്കും സകല ഐശ്വര്യവും സകല സൗഭാഗ്യവും ലഭിക്കട്ടെ എന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.